ഹലോ ഗായ്സ്, ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പറമ്പ് കാണാൻ പോവുകയാണേ. അവിടെ ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, തേങ്ങ ഉണ്ട്, പിന്നെ മഞ്ചാടി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാ. നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്തൊക്കെ ഉണ്ടെന്ന്. ശരിക്കും അവൾ പറഞ്ഞത് സത്യം. അവിടെ നല്ല മൂത്ത് വിളഞ്ഞ ചക്ക ഇരിപ്പുണ്ട്. ചക്ക ചക്ക പറിക്കേണ്ട ടൂൾസൊന്നും ആയിട്ടല്ല ഞങ്ങൾ പോയത്. അവിടെ കണ്ട ഒരു വടി എടുത്തിട്ട് നമ്മൾ കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എത്ര കുത്തിയിട്ടും വീഴുന്നില്ല. പിന്നെ ഞാനും അതിൽ ഇടപെട്ടു. കുറേ കുത്തി 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 തള്ളി നോക്കി. ഫൈനലി മൂന്നും താഴ്ത്ത് വീണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സാധാരണ പോലെ ചക്കയൊക്കെ എടുത്ത് കൊണ്ടുപോയി. പിന്നെ അത് മുറിച്ച് നോക്കിയപ്പം ഒട്ടും മൂതിട്ടില്ല കേട്ടോ. അത് കാണുമ്പോഴൊന്നുമല്ല, ഞങ്ങൾ വിചാരിച്ച് നല്ല പഴുത്ത ചക്കയായിരിക്കുന്നു. പക്ഷേ മുറിച്ചപ്പോൾ മനസ്സിലായത് ഒട്ടും മൂത്തിട്ടില്ല എന്ന്. എന്നാൽ അത് കട്ട് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടതാണ് ഈ വള്ളിയിൽ പടർന്ന് കിടക്കുന്ന പൂവുണ്ട് അറ്റത്ത്. പിന്നെ ഒരു കായ ശരിക്കും വഴുതനങ്ങ പോലെ, വഴുതനങ്ങ പോലെ ഉണ്ട്, പടവലങ്ങ പോലെയൊക്കെ ഉണ്ട്. ആ വള്ളിയിൽ നിറച്ചും ഉറുമ്പാണേ. പിന്നെ ഞങ്ങൾക്ക് അവിടെ താഴത്തുനിന്ന് മാങ്ങയും കിട്ടി. കുറേ മാങ്ങ ഉണ്ട്, പഴുത്ത് വീണ് കിടപ്പുണ്ട്. പിന്നെ ഇത് അവിടുത്തെ വേറൊരു മാങ്ങയാണ്, നാട്ടുമാങ്ങ. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അച്ചാറൊക്കെ ഇടുന്നത്. അങ്ങനത്തെ മാങ്ങ ഒരുപാട് പഴുത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടാണ്. കുറേയൊക്കെ പെറുക്കി ഞങ്ങൾ കവറിലാക്കി. കണ്ടോ, ഇത്രയും മാങ്ങ ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് കിട്ടിയതാണ്. നല്ല മധുരമുള്ള നല്ല മണമുള്ള മാങ്ങ. പിന്നെ അവൾ പറഞ്ഞ പോലെ തന്നെ അവിടെ മഞ്ചാടിയുണ്ട്. പക്ഷേ ആ മഞ്ചാടി മരം വീണ് മഞ്ചാടിയൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാ മഞ്ചാടി ഇരിപ്പ്. നമ്മളെ പയറൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സീഡ്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് എല്ലാ മഞ്ചാടി ഇങ്ങനെ പെറുക്കിയിടുക, എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടില്ലേ, കുറേ എല്ലാം ഉണങ്ങിപ്പോയി. നല്ല റെഡ് കളറുള്ളതുമുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത്. ആക്ച്വലി ഈ പറമ്പ് നമ്മൾ സെയിൽസിന് വെച്ചതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വൈകുന്നേരം ഇരുന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പ്ലേസും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.